ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഈ വേനൽക്കാലത്ത് ചൂടിനും നോമ്പിനൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല ഒരു അടിപൊളി റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം, കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത് കുടിക്കാനായിട്ട്. അപ്പോൾ നമുക്കാദ്യം ഒരു 100 ഗ്രാം സാബൂനരി ഒരു 15 മിനിറ്റ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഇത് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് കുതിർത്തതായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ കസ്കസ് ഞാനിവിടെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 ഇളനീരിൻ്റെ കാമ്പാണ് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് അടിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതെല്ലാം സ്കിപ്പ് ചെയ്യാതെ ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ആക്കി നോക്കുക. ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഇളനീരിൻ്റെ വെള്ളം കുറേശ്ശെയായി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക, ഒരുപാട് അങ്ങ് ലൂസായി പോവരുത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു കട്ടിയിൽ ആവുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചില ഇളനീരിൽ ഒരുപാട് വെള്ളം ഉണ്ടാവും, ചിലയിൽ നല്ല കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് നമുക്കിവിടെ ഈ ഡ്രിങ്ക് വേണ്ടത്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കസ്കസും സാബൂനരിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് ഇളനീരിൻ്റെ കാമ്പ് ഇതുപോലെ ചെറുതായിട്ട് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മധുരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക, അത്രയ്ക്കും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇനി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്